എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് അത്രയും പ്രാധാന്യത്തോടു കൂടി തരുന്നത്. കാരണം കോർ സബ്ജക്റ്റിൻ്റെ അത്രയും തന്നെ പ്രാധാന്യം അർഹിക്കുന്ന സബ്ജക്റ്റ് തന്നെയാണ് ഇന്ന് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. 20 മാർക്കോളം ചോദ്യങ്ങളാണ് LDC LGS മുതലായ ടെസ്റ്റുകളിലേക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രത്തോളം നല്ല രീതിയിൽ തന്നെ ഈ ഒരു സബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഈ ഒരു ആനുകാലികവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളെന്ന് പറയുന്നത്. അത് നമ്മുടെ PSC ബുള്ളറ്റിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് മാക്സിമം നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ഓരോ ടോപ്പിക്സിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ തരുന്നുണ്ട്. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്, ഇമ്പോർട്ടൻറ്റ് ഇയർ തരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സ്, മെയിൻ ടോപ്പിക്സിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അതങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും. അടുത്ത ദിവസം തന്നെ നമ്മളിത് ഈ ഒരു 100 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുടങ്ങുകയാണ് റിവിഷൻ. അന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2023 കറണ്ട് അഫയേഴ്സാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കണ്ടതിന് ശേഷം നേരെ ടെലഗ്രാമിലേക്ക് പോരെ. ടെലഗ്രാമിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള PDF ഫയലും അതേപോലെ തന്നെ ഇമേജ് ഫയലോ ഉണ്ടാകും. അത് നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതാണെങ്കിൽ ബുക്കിലേക്കൊന്ന് എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഓക്കെ മക്കളെ, നമുക്ക് നേരെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. 2021-22 ആർദ്ര കേരളം പുരസ്കാരം. 2021-22 ആർദ്ര കേരളം പുരസ്കാരം ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയതിന് 1ാം സ്ഥാനം ലഭിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് കോഴിക്കോട്. മികച്ച കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ്. മികച്ച നഗരസഭ പിറവമാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് മുളന്തുരുത്തി. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മുളന്തുരുത്തി. മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ചെന്നീർക്കര പത്തനംതിട്ടയാണ്. ഓക്കെ, അപ്പോൾ 2021-22 ആർദ്രം കേരളം പുരസ്കാരമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മികച്ച ജില്ലാ പഞ്ചായത്ത് ചോദിച്ചാൽ കോഴിക്കോടാണ്. മികച്ച കോർപ്പറേഷൻ ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. മികച്ച നഗരസഭ ചോദിച്ചാൽ അത് പിറവമാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മുളന്തുരുത്തിയാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് ചെന്നീർക്കര പത്തനംതിട്ട. 2022 സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് KC ലേഖ, നിലമ്പൂർ ഐഷ, ലക്ഷ്മി N മേനോൻ, RS സിന്ധു. ഓക്കെ, മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 16ാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹമായ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവൽ എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവൽ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 16ാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹമായ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവൽ എഴുതിയത് ബെന്യാമിനാണ്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം നേടിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെറുവയൽ രാമൻ. ഒന്നിലേറെ തവണ ഓസ്കാർ നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരി ആരാന്ന് ചോദിച്ചാൽ റൂത്ത് കാർട്ടറാണ്. ഒന്നിലേറെ തവണ ഓസ്കാർ നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരിയാണ് റൂത്ത് കാർട്ടർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസിന് അർഹമായ വുമൺ ഈറ്റേഴ്സ് എന്ന കവിതാ സമാഹാരം ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VK ദീപയുടെയാണ്. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസിന് അർഹമായ വുമൺ ഈറ്റേഴ്സ് എന്ന കഥാ സമാഹാരം VK ദീപ. സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴയിലെ തകഴി സ്മാരകം ഏർപ്പെടുത്തിയ തകഴി സ്മാരക പുരസ്കാരത്തിന് അർഹനായ നോവലിസ്റ്റാണ് M മുകുന്ദൻ. 2023 ആബേൽ പുരസ്കാരത്തിന് അർഹനായ അർജന്റീനക്കാരനായ പ്രസിദ്ധ ഗണിതജ്ഞനാണ് ലൂയിസ് കഫറലി. അപ്പോൾ 2023 ആബേൽ പുരസ്കാരത്തിന് അർഹനായ അർജന്റീനക്കാരനായ പ്രസിദ്ധ ഗണിത ശാസ്ത്രജ്ഞനാണ് ലൂയിസ് കഫറലി. CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് പെരുമ്പടവം ശ്രീധരൻ. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതാണ് സേതു. ഭാരതീയ ഭാഷാ പരിഷത്ത് യുവ പുരസ്കാരത്തിന് സമ്മാനം നേടിയ കവി ആരാന്ന് ചോദിച്ചാൽ NS സുമേഷ് കൃഷ്ണനാണ്. രുദ്രാക്ഷം എന്ന കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന്
അവാർഡ് കിട്ടിയത്. അപ്പോൾ ഭാരതീയ ഭാഷാ പരിഷത്ത് യുവ പുരസ്കാര സമ്മാനം നേടിയ കവി ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്? അതാണ് NS സുമേഷ് കൃഷ്ണൻ. രുദ്രാക്ഷം എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ്. ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രനാണ് ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രൻ. അപ്പോൾ ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രൻ. മികച്ച കേന്ദ്ര ബാങ്ക് ഗവർണർക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് ശക്തി കാന്തദാസാണ്. മികച്ച കേന്ദ്ര ബാങ്ക് ഗവർണർക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് ശക്തി കാന്തദാസാണ്. ഇനി 2022 സരസ്വതി സമ്മാനത്തിന് അർഹമായ സൂര്യവംശം എന്ന കൃതി ആരുടേതാണെന്ന് ചോദിച്ചാൽ ശിവശങ്കരിയുടെയാണ്. 2022 സരസ്വതി സമ്മാനത്തിന് അർഹനായ സൂര്യവംശം എന്ന കൃതി ശിവശങ്കരി. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ വർഷത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് പയ്യന്നൂർ കുഞ്ഞിരാമൻ. കേരള മീഡിയ അക്കാദമി ഏർപ്പെടുത്തിയ പ്രഥമ ആഗോള മാധ്യമ പുസ്തക പുരസ്കാരത്തിന് അർഹമായ ജോസി ജോസഫിൻ്റെ കൃതിയാണ് നിശബ്ദ അട്ടിമറി അല്ലെങ്കിൽ ദ സൈലൻറ്റ് ക്യൂ. അത് ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ജോസി ജോസഫ്. 2023 ഇൻ്റർനാഷണൽ പ്രൈസ് ഇൻ സ്റ്റാറ്റിക്സ് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ CR റാവു. 2023 ഇൻ്റർനാഷണൽ പ്രൈസ് ആൻഡ് സ്റ്റാറ്റിക്സ് ലഭിച്ചത് ആർക്കാണ്? CR റാവു. മികച്ച തിരക്കഥാകൃത്തിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയത് ശ്രുതി ശരണ്യത്തിനാണ്. മികച്ച തിരക്കഥാകൃത്തിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയത് ശ്രുതി ശരണ്യം. B32 മുതൽ 44 വരെ. ഇനി അടുത്തതാണ് 2023 യുനെസ്കോ ലോക മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം നേടിയ ഇറാനിയൻ വനിതാ മാധ്യമ പ്രവർത്തകരാണ് നിലൂഫർ ഹമീദി, ഇലാഹെ മുഹമ്മദി, നർഗസ് മുഹമ്മദി. ഓക്കെ, അപ്പോൾ 2023 യുനെസ്കോ ലോക മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം നേടിയ ഇറാനിയൻ വനിതാ മാധ്യമ പ്രവർത്തകരാരാന്ന് ചോദിച്ചാൽ നിലൂഫർ ഹമീദി, ഇലാഹെ മുഹമ്മദി, നർഗസ് മുഹമ്മദി. 2023 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ ടൈം ഷെൽട്ടർ എന്ന നോവൽ എഴുതിയ ബൾഗേറിയൻ എഴുത്തുകാരൻ ആരാന്ന് ചോദിച്ചാൽ അതാണ് ജോർജി ഗോഡ്സ്പിഡനോ. അപ്പോൾ 2023 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ ടൈം ഷെൽട്ടർ എന്ന നോവൽ എഴുതിയ ബൾഗേറിയൻ എഴുത്തുകാരനാണ് ജോർജി ഗോസ്പിഡനോ. 2021 ഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹമായ സ്ഥാപനമാണ് ഗോരഖ്പൂരിലെ ഗീത പ്രസ്. ഓക്കെ, അപ്പോൾ 2021 ഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹമായ സ്ഥാപനമാണ് ഗോരഖ്പൂരിലെ ഗീത പ്രസ്. ആജീവനാന്ത നേട്ടത്തിനുള്ള 2023 യൂറോപ്യൻ എസ്സേ പുരസ്കാരം നേടിയ ആസാദി എന്ന ലേഖന സമാഹാരം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അരുന്ധതി റോയി. ആരാണ്? അരുന്ധതി റോയി. ഇനി ജപ്പാനിൽ നടന്ന ഒസാക്ക തമിഴ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആരാന്ന് ചോദിച്ചാൽ അത് കങ്കണ റാണാവത്താണ്. തലൈവി എന്ന ചിത്രത്തിനാണ് കിട്ടിയത്. അപ്പോൾ തലൈവി എന്ന ചിത്രത്തിൽ കങ്കണ റാണാവത്തിനാണ് ജപ്പാനിൽ നടന്ന ഒസാക്ക തമിഴ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത്. മികച്ച നോവലിസ്റ്റിലുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ നിങ്ങൾ എന്ന നോവൽ രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് M മുകുന്ദനാണ്. മികച്ച നോവലിസ്റ്റിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ നിങ്ങൾ എന്ന നോവൽ രചിച്ചത് M മുകുന്ദൻ. മികച്ച കഥാകൃത്തിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ വെള്ളിക്കാശ് എന്ന ചെറുകഥ രചിച്ചത് VJ ജെയിംസ് ആണ്. അപ്പോൾ മികച്ച കഥാകൃത്തിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ വെള്ളിക്കാശ് എന്ന ചെറുകഥ രചിച്ചത് VJ ജെയിംസ് ആണ്. ഇനി യൂറോപ്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. ഓക്കെ, അപ്പോൾ എന്താണ്? യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൻ E ബോർലോക്ക് പുരസ്കാരം നേടിയത് ഡോക്ടർ സ്വാതി നായിക്കാണ്. ഡോക്ടർ സ്വാതി നായിക്ക്.
ഇനി ഊർജ്ജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ എനി അവാർഡിന് അർഹനായ മലയാളിയാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ. 2023 ഭീമ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ്റെ മുകുന്ദേട്ടൻ്റെ കുട്ടികൾ എന്ന കൃതിക്കാണ്. ഓക്കെ, അപ്പോൾ 2023 ഭീമ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദേട്ടൻ്റെ കുട്ടികൾ. മലയാളം സാംസ്കാരിക വേദിയുടെ 6ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് KV മോഹൻകുമാറാണ്. മലയാളം സാംസ്കാരിക വേദിയുടെ 6ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് KV മോഹൻകുമാർ. 2023 SK പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവാണ്. ഓക്കെ, അപ്പോൾ 2023 SK പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ആരാന്ന് ചോദിച്ചാൽ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈജ്ഞാനിക പുരസ്കാരങ്ങൾ നേടിയ അഭിലാഷ് മലയിലാണ്. അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈജ്ഞാനിക പുരസ്കാരം നേടിയവർ അഭിലാഷ് മലയിൽ, ഡോക്ടർ അശോക് എ ഡിക്രൂസ്, ഡോക്ടർ ഇ രതീഷ്, ആശാലത. ഓക്കെ, അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈജ്ഞാനിക പുരസ്കാരങ്ങൾ നേടിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അഭിലാഷ് മലയിൽ, ഡോക്ടർ അശോക് എ ഡിക്രൂസ്, ഡോക്ടർ ഇ രതീഷ്, ആശാലത. ഹാസ്യ നോബൽ എന്നറിയപ്പെടുന്ന ഇഗ് നോബൽ പുരസ്കാരം ലഭിച്ചത് ഇഗ് നോബൽ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യക്കാരനായ അനൂപ് രാജപ്പൻ ഉൾക്കൊള്ളുന്ന സംഘത്തിനാണ്. ഹാസ്യ നൊബേൽ എന്നറിയപ്പെടുന്ന ഇഗ് നോബൽ പുരസ്കാരം ഇന്ത്യക്കാരനായ അനൂപ് രാജപ്പൻ ഉൾപ്പെടുന്ന സംഘത്തിനാണ്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി നൽകുന്ന നാലപ്പാടൻ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ്. അപ്പോൾ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി നൽകുന്ന നാലപ്പാടൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കാണ്? എം മുകുന്ദനാണ്. അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു. കണ്ടതിന് ശേഷം നിങ്ങൾ നേരെ എങ്ങോട്ടേക്ക് വരിക? നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് വേണ്ട നോട്ട്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ 9 മണിക്ക് ഇതിൻ്റെ എന്തുണ്ടാവും? ക്വസ്റ്റ്യൻ പോൾ ഉണ്ടാവും. അതിൻ്റെ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ നമ്മുടെ ഓരോ ദിവസത്തെയും സ്റ്റഡി ടോപ്പിക്സ്, അതേപോലെ തന്നെ നമ്മുടെ ഓരോ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോൾ ആയിരിക്കും 9 to 10 മണി വരെയും. അതിനെല്ലാവരും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും പഠിച്ച കാര്യങ്ങൾ അടുത്തുള്ള എക്സാമുകളിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.